പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ വഴിപാടായി ലഭിച്ച കോഴികൾ ചത്തൊടുങ്ങിയതിൽ അന്വേഷണം നടത്തി കുറ്റക്കാരായവർക്കെതിരെ ഉടൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ബി.ജെ.പി. പഴയന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തി. ബി.ജെ.പി. മണ്ഡലം പ്രസിഡന്റ് ടി.സി. പ്രകാശൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബി.ജെ.പി. പഴയന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ വഴിപാടായി ലഭിച്ച പൂവൻ കോഴികൾ ചത്ത നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. നിറമാല മഹോത്സവം കഴിഞ്ഞ് അർദ്ധരാത്രിയിലാണ് സംഭവം നടന്നതെന്ന് കരുതപ്പെടുന്നു. ക്ഷേത്രത്തിലേക്ക് വഴിപാടായി ലഭിച്ച 30ഓളം കോഴികൾ ചത്തു. ക്ഷേത്രത്തിന്റെ പിൻവശത്തുള്ള ഗേറ്റ് തുറന്നു കിടന്നത് മൂലം പട്ടികൾ കൂട്ടമായി എത്തി കോഴികളെ കടിച്ചു കൊന്നതാണെന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ ഇക്കാര്യത്തിൽ ദുരൂഹതയുണ്ടെന്നും ക്ഷേത്രത്തിലെ ഭഗവതിയുടെ കിരീടം നഷ്ടപ്പെട്ടത് മാത്രമല്ല, കോഴികൾ ചത്തൊടുങ്ങിയതും ക്ഷേത്ര സുരക്ഷാ വീഴ്ചയും ബന്ധപ്പെട്ടവരുടെ അലംഭാവവുമാണെന്ന് ബി.ജെ.പി. ആരോപിച്ചു. പ്രവർത്തകർ പഴയന്നൂർ ടൗണിൽ പ്രകടനം നടത്തി. തുടർന്ന് ക്ഷേത്ര കവാടത്തിന് മുന്നിൽ ബി.ജെ.പി. മണ്ഡലം പ്രസിഡന്റ് ടി.സി. പ്രകാശൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കിരീടത്തെക്കുറിച്ച് മാസങ്ങളോളമായി വിജിലൻസ് അന്വേഷണവും ദേവസ്വം ബോർഡ് വിജിലൻസ് അന്വേഷണവും പോലീസ് അന്വേഷണവും തന്നെ വഴിമുട്ടി നിൽക്കുകയാണ്. ഇതിനെല്ലാം ഉത്തരവാദിയായ ആളുകൾ തന്നെയാണ് ഇതിന്റെ പിന്നിലെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി സംശയിക്കുന്നത്. നമ്മൾ അന്നും പറഞ്ഞു, കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറഞ്ഞു. വിശ്വാസി സമൂഹത്തെ അടിച്ചമർത്താനും വിശ്വാസികൾ ഇല്ലായ്മ ചെയ്യാനും ക്ഷേത്ര മുതലുകൾ കൊള്ളയടിക്കുന്നതിനും ഭാഗമായിട്ടുള്ള കേരളത്തിലെമ്പാടും നടക്കുന്ന ശബരിമലയിൽ ഉൾപ്പെടെയുള്ള നടക്കുന്ന സ്വർണ്ണക്കൊള്ളകളെ കുറിച്ച് നമുക്കറിയാം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇവിടുത്തെ ക്ഷേത്ര ഉപദേശക സമിതിയും ഇവിടുത്തെ ക്ഷേത്ര ജീവനക്കാരും സെക്യൂരിറ്റിയും എല്ലാം തന്നെ കിരീട വിഷയത്തിൽ എങ്ങനെയാണോ ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാടെടുത്ത്, അതേപോലെ തന്നെ ഇവിടുത്തെ ഉപദേശക സമിതിയും ക്ഷേത്ര ജീവനക്കാരും ഇവിടെ സെക്യൂരിറ്റിയും എല്ലാം തന്നെ ഉണ്ടായിട്ടും ഈ കോഴികൾ ചത്തൊടുങ്ങിയ രീതിയിൽ കാണപ്പെട്ടത് ദുരൂഹമാണ്. ആ ദുരൂഹത അന്വേഷിക്കണം. ദേവസ്വം ബോർഡിനും പോലീസിനും ഭാരതീയ ജനതാ പാർട്ടി പരാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പരാതി കൊടുക്കുകയും ചെയ്യുമെന്ന്. ഇതിന്റെ നിജസ്ഥിതി ഇവിടുത്തെ ആപാലവൃന്ദം ഭക്തജന സമൂഹം അറിയേണ്ടതുണ്ട്. കാരണം കേവലം കോഴികളെ പോലും ഭഗവതിയുടെ വാഹനമായി വിശ്വാസികൾ അവിടെ അർപ്പിച്ചിട്ടുള്ള പറത്തി വിട്ടിട്ടുള്ള ആ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ആ വിശ്വാസിയെ ഹനിക്കാൻ വേണ്ടിയിട്ട് അതിനെക്കൂടി സംരക്ഷിക്കാൻ കഴിയാത്ത ഭരണസമിതിയും ദേവസ്വം ബോർഡുമാണ് ഇന്നിവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ബി.ജെ.പി. ഏരിയ പ്രസിഡന്റ് പി.വി. വൈദ്യനാഥൻ, ജില്ലാ കമ്മിറ്റി അംഗം കെ.എം. കൃഷ്ണകുമാർ, മണ്ഡലം സെക്രട്ടറിമാരായ പി. കൃഷ്ണകുമാർ, കെ.എം. നന്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. വിലാസിനി ഗംഗാധരൻ, ഏരിയ ജനറൽ സെക്രട്ടറി ആർ. മണികണ്ഠൻ, ഏരിയ സെക്രട്ടറി കെ. സുകുമാരൻ, മഹിളാ മോർച്ച ചേലക്കര മണ്ഡലം പ്രസിഡന്റ് പി. കെ. ജയ, പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. ക്ഷേത്ര മുതലുകൾ സംരക്ഷിക്കുവാൻ സാധിക്കാത്ത ഭരണസമിതി രാജിവെക്കണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് ബി.ജെ.പി. ഏരിയ പ്രസിഡന്റ് പി.വി. വൈദ്യനാഥൻ പരാതി ദേവസ്വം ഓഫീസർ എൻ. സുമയ്ക്ക് കൈമാറി. പരിഹാരമായില്ലെങ്കിൽ തുടർന്നും ശക്തമായ പ്രതിഷേധ പരിപാടിക്ക് രൂപം നൽകുവാനാണ് ബി.ജെ.പിയുടെ ഉദ്ദേശമെന്ന് നേതാക്കൾ വ്യക്തമാക്കി. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതെന്താ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.